ഇനി ഒന്നും ആവൂലെന്ന് വിചാരിച്ച. അപ്പോൾ ഇത്രയായി. ആക്സിഡന്റ് ആയിരുന്നു, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു. ഈ ഹ്യൂമറസ് ബോണ്, ടിബിയ ബോണ്, ആങ്കിള്, 2 ലെഗും കൈയും ഫ്രാക്ചർ ആയിരുന്നു. കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയിട്ടിരുന്നുള്ള. അപ്പോൾ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ പീസ് വില്ലേജിൽ അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി എന്നുള്ള പറഞ്ഞ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൈ റിസ്റ്റ് ഡ്രോപ്പ് ആയിരുന്നു. സ്റ്റേജ് ബേസ് ആയിട്ട് റിക്കവറായി വരിക ചെയ്ത് എനിക്ക്. ഇത് റിസ്റ്റ് ഡ്രോപ്പ് ആയതുകൊണ്ട് എന്നെ കൊണ്ട് ഫുഡ് കഴിക്കാനോ ഈവൻ ഒരു ടിഷ്യൂ എടുക്കാൻ പോലും പറ്റൂലായിരുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കും. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ വാക്കിങ് സ്റ്റാർട്ട് ചെയ്ത്. ഡോക്ടർ എന്നോട് 1.5 വർഷം എടുക്കും റിക്കവർ ആവാന് കൈ എന്ന് പറഞ്ഞ്. 6 മാസം കൊണ്ട് കൈ ഒന്നും ആവൂല എന്ന് പറഞ്ഞതാ. പക്ഷെ പ്രത്യേകിച്ച് സിമി മാമിനെ കൊണ്ടൊക്കെ എൻ്റെ കൈയൊക്കെ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ഇവിടെ ചെയ്തതിന് ശേഷം. ഭയങ്കര കടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് റിക്കവറായി വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ പകുതി റിക്കവർ ആവും. പിന്നെ ഇവിടുത്തെ എല്ലാവരാണെങ്കിലും എല്ലാ സ്റ്റാഫും ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല, ടോട്ടലി നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ. ഞാൻ കുറെ കരഞ്ഞ ആളാ വരുന്നതിന്റെ മുമ്പേ. എപ്പോഴാണെങ്കിലും കരഞ്ഞോണ്ടായിരുന്നു, ഇനി റിക്കവർ ആവൂല അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പേ പകുതി ഞാൻ ഭയങ്കര പീസ്ഫുള്ളായി. കംപ്ലീറ്റ് ബെഡ് റിഡൻ. ഈവൻ ഒരു സൈഡ് പോലും കടക്കാൻ പറ്റാത്ത ആളായിരുന്നു. 2 ലെഗും കയ്യും ആവുമ്പോൾ നമുക്ക് എങ്ങോട്ടും കടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടുന്ന് ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് ഇരിക്കുന്നുണ്ട്, പിന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ വാക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഇവിടുത്തെ മാം പറഞ്ഞ് 1 മാസം കൊണ്ട് എനിക്ക് റിട്ടേൺ ടു വർക്ക്, ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു, റിട്ടേൺ ടു വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുമെന്നാ പറഞ്ഞു. ഒരുപാട് മാറ്റം. ഞാൻ കുറെ ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ച് ചെയ്തതാണ്. പക്ഷെ അവിടത്തേനെക്കാട്ടും നമുക്ക് ഒറ്റ റിസൾട്ട് കിട്ടിയത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിയാണ്. അഡ്മിറ്റ് ആയിരുന്നു ഞാന്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ പേഷ്യൻസിനെയാണ് കാണുന്നത്. നമുക്ക് ഇത് റിക്കവർ ആവുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ഹോപ്പ് ഇല്ലാത്തൊരു പ്ലേസിന്ന്. പിന്നെ ഇവിടെ വന്നപ്പോ തന്നെ നമുക്ക് ഒരു ഹോപ്പ് തരികയാണ്. റിക്കവറിനേക്കാളും നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ റിക്കവർ ആവും. ഇവർ ഓരോ സെക്ഷൻ ആവുമ്പോണെങ്കിലും ഭയങ്കര വ്യത്യാസമാണ്. മാം ആണെങ്കിലും എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ആദ്യം എൻ്റെ ലെഗിൻ്റെ ഫ്ലഷ് എന്നൊക്കെ വെച്ചാൽ ഞാൻ 20 ഡിഗ്രി 30 ഡിഗ്രിയിലാണ് വന്നത്. ഇപ്പം ഞാനൊരു 125 എബോല എൻ്റെ നീൻ്റെ ഫ്ലഷ് നിൽക്കുന്നത്. ഡോക്ടർ പറഞ്ഞു അതിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 2 മാസത്തിൽ ചെയ്യാത്ത ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ 1 മാസം കൊണ്ട് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പിയും കൊണ്ട്. എന്നോട് ചോദിച്ചു ഇത്ര ഇമ്പ്രൂവ്മെന്റ് എവിടുന്നാ വന്നേ അതൊക്കെ ചോദിച്ചു. ഭയങ്കര ഞാൻ ഇനി ഒന്നും ആവൂലെന്ന് വിചാരിച്ച. അപ്പൊ ഇത്രയായി. നല്ല ഹാപ്പി. പറയാൻ പറ്റുന്നില്ല, കരച്ചില് വരാ. കാരണം അങ്ങനെ പെട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ പോവാൻ പറ്റുന്നില്ലല്ലോ. ഭയങ്കര സന്തോഷം.